മാധവേട്ട, കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ കരയാതെ സമാധാനപ്പെട്. എങ്ങനെ സമാധാനപ്പെടാനാ? ലോകത്തിൽ വെച്ച് ഏറ്റവും ശപിക്കപ്പെട്ട ജന്മം എന്റേത്. വലിയ കുടുംബത്തിലെ അംഗമായിരുന്ന നിന്നെ കുടുംബത്തിൽ നിന്ന് പിരിച്ച് നരകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന മഹാഭാവിയല്ലേ ഞാൻ? കൊട്ടാരത്തിൽ നിന്ന് കുടിലേക്കും തീരാ ദാരിദ്ര്യത്തിലേക്കും വലിച്ചിഴച്ച മഹാദ്രോഹി. അങ്ങനെയൊന്നും പറയാതെ മാധവേട്ട. ആ കൊട്ടാരത്തെ കിട്ടാത്ത സുഖവും സന്തോഷവും ഒക്കെ ഞാൻ അനുഭവിച്ചത് ഈ കൊച്ചു വീട്ടിൽ നിന്ന്. സങ്കടപ്പെടാതെ, എല്ലാം നേരെയാവും. ഒന്നും നേരെയാവില്ല. മകളുടെ കല്യാണത്തിനും വീട് പണിയാനുമായി കൂട്ടിവെച്ച സമ്പാദ്യം കൂട്ടുകാരനെ സഹായിച്ചു തൊലച്ചു. ഇപ്പോ നമ്മുടെ സ്വപ്നമായിരുന്ന വീട് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും നഷ്ടപ്പെടാൻ പോവുകയല്ലേ? നിനക്ക് ഞാൻ തന്ന വാക്കിനെ പാലിക്കാൻ എനിക്ക് കഴിയില്ല. ദേ നോക്ക്, നഷ്ടപ്പെട്ടതെല്ലാം മാധവേട്ടന്റെ സമ്പാദ്യ, മാധവേട്ടന്റെ മാത്രം അധ്വാനത്തിന്റെ ഫല. എല്ലാം നഷ്ടമായെങ്കിൽ അത് തിരിച്ചു നേടാനുള്ള ആത്മധൈര്യവും മനോബലവും മാധവേട്ടനുണ്ടെന്ന് എനിക്ക്. സിറ്റിക്കടുത്ത് കണ്ണായ ഭാഗത്താ ഈ പറയുന്ന മാധവന്റെ പ്രോപ്പർട്ടി കിടക്കുന്നത്. അന്നത്തെ കാലത്ത് ഒരു വീട് വെക്കാൻ വേണ്ടി ചീപ്പ് വിലയ്ക്ക് അയാളത് വാങ്ങിയത്. അന്ന് കൊടുത്തതിൻ്റെ 10 ഇരട്ടി വില ഇന്ന് ആ വസ്തുവിന് കിട്ടും. പണം കടം വാങ്ങിയതിന് ആ വസ്തു ആ മാധവൻ എനിക്ക് ഈടായിട്ട് തന്നിരിക്കുന്നത്. വീട് വെച്ച വസ്തു തൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാമെന്ന് മാധവൻ സമ്മതിച്ചോ? സമ്മതിച്ചിട്ടില്ല. പണം കടം വാങ്ങിയിട്ട് 1 മാസം പോലും ആയിട്ടില്ലല്ലോ സാഗരൻ. അതിനു മുമ്പ് പണം തിരിച്ചു തരണം, ഇല്ലെങ്കിൽ വസ്തു രജിസ്റ്റർ ചെയ്ത് തരണം എന്നൊക്കെ പറയുന്നത് ന്യായമല്ലല്ലോ. എന്നാലും ഓഫീസിൽ വിളിച്ചു വരുത്തി മാധവനെ ശരിക്കും ഒരു വിരട്ടിയാൻ വരട്ടെ. മാധവന വസ്തു വെറും മണ്ണല്ല, സ്വപ്നമാ. അത് നടക്കരുത്. ഈട് വെച്ച വസ്തുവിൽ മാധവൻ ഒരിക്കലും വീട് വെക്കരുത്. ശല്യം. ഹലോ സാർ. എന്നെ മനസ്സിലായോ? മനസ്സിലായി സാർ. താൻ വരട്ടിയയച്ച മാധവൻ എന്റെ സ്വന്തം ആളാണ്. അയ്യോ, അതൊന്നും ഞാൻ അറിഞ്ഞില്ല സാർ.
അയാളുടെ വസ്തുവൊന്നും ഞാൻ പിടിച്ചെടുത്തിട്ടില്ല. വെറുതെ തമാശക്കൊന്ന് വരട്ടിയതേ ഉള്ളൂ സാർ. താൻ തമാശ കാണിക്കാൻ തുടങ്ങിയാലേ ഞാനും തുടങ്ങും. എന്റെ തമാശയൊന്നും തനിക്ക് താങ്ങാൻ കഴിയില്ല. അറിയാം സാർ, ഞാൻ നിർത്തി സാർ, നിർത്തി. എന്റെ തമാശ ഞാൻ നിർത്തി സാർ. എത്രയും പെട്ടെന്ന് ആ പ്രമാണങ്ങൾ തിരിച്ചേൽപ്പിക്കണം. ഏൽപ്പിക്കാം സാർ. എന്താടോ താനാകെ വരണ്ടിരിക്കുന്നല്ലോ. എന്താ പ്രശ്നം? സാഗറിനൊപ്പം ഉള്ള കളി എനിക്ക് തീക്കളിയാണ്. സാഗറുമൊത്തുള്ള എല്ലാ ഡീലിങ്സും ഇവിടെ നിർത്തിയിരിക്കുന്നു. എന്നെ വിട്ടേക്ക് അങ്ങാതി. അല്ല അല്ല താൻ പോട്ടെ പോട്ടെ. ഏയ്, ഇൻസ്പെക്ടറെ സന്തോഷിപ്പിക്കാൻ പാർട്ടി കൂടിയപ്പോഴും ഇതേ അനുഭവം ഉണ്ടായി. എനിക്കെതിരായി അണിയറയിൽ ആരോ കളിക്കുന്നുണ്ട്. ആരായിരിക്കും ആ അജ്ഞാതൻ? ഞാൻ ആ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവര് വന്ന ഞാൻ വിളിക്കാം. ഒരു മിനിറ്റ് ചേട്ടാ. ഇങ്ങോട്ട്. എടാ മനോജെ, കയ്യിൽ കാശുമല്ലോ ഇരിപ്പോണടാ. ഒരു 200 രൂപ എടുക്കാൻ. ചേച്ചിക്ക് അറിയാലോ എന്റെ കാര്യം. എന്റെ വസന്തേ, ജോലിയും കൂലിയില്ലാത്ത അളിയന്റെ കയ്യിൽ എവിടെന്നാ കാശ്? അല്ല, ഓട്ടോയ്ക്ക് എടുക്കാനായിരുന്നേ. ഓ അതാണ്, അത് ഞാനും കൊടുത്തോളാം. നീ പിച്ചക്കാരനാണെങ്കിലേ പണത്തിന്റെ കാര്യത്തിൽ എന്റെ സതീശേട്ടൻ കോടീശ്വരനാ. കോടീശ്വരൻ. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഞാനാണ് നിന്നോട് ഈ വിവരം വിളിച്ചു പറഞ്ഞെന്ന് ഇവിടെ ആരും അറിയരുത്. പ്രകാശ, നിങ്ങൾ മാധവൻ നായർ എന്ന വലിയ മനുഷ്യന്റെ മകനാ. ഞാൻ മരുമകനും. ഒരു കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി അദ്ദേഹം നെട്ടോട്ട് ഓടുകയാണ്. മക്കളായ നിങ്ങളാ താങ്ങും തണലുമായിട്ട് ഒപ്പം നിൽക്കേണ്ടത്. പക്ഷേ നിങ്ങൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. സ്വന്തം അച്ഛനെതിരെ കൊടി പിടിക്കുകയല്ലേ നിങ്ങൾ? അദ്ദേഹത്തിന്റെ മക്കളായി ജനിച്ചതിൽ അഭിമാനപ്പെടുകയാണ് വേണ്ടത്. ഇതൊരുമാതിരി. ഇതൊക്കെ കേൾപ്പിക്കാനാണോ വസന്തേ ഈ സതീഷിനെ കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഞാൻ വരുന്നില്ല എന്ന് ഇവളോട് 100 പ്രാവശ്യം പറഞ്ഞതാ. അപ്പൊ ഇവൾക്കാ നിർബന്ധം ഇവിടെ വന്ന് എല്ലാവരെയും ഒന്ന് കാണണമെന്ന്. പക്ഷേ വന്നതിന്റെ ദുരുദ്ദേശം ഇപ്പോഴല്ലേ മനസ്സിലായത്? ആ, നിങ്ങൾ എത്തിയോ? കുട്ടികളൊക്കെ എവിടെ? സ്കൂളിൽ പോയിരിക്കുക. ആ, ഏതായാലും നിങ്ങൾ വന്നത് നന്നായി. എന്താ വസന്തേ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പ്രകാശം വിളിച്ചിട്ട് വന്നതാണോ? ഇല്ലച്ചാ. അതെ അച്ഛാ, പ്രകാശം പറഞ്ഞിട്ടാ വന്നത്. നന്നായി. എന്തായാലും നിങ്ങൾ അകത്തേക്ക് വാ. മനോജേ, എല്ലാരെയും വിളിക്കേ. എല്ലാവരോടുമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇയാൾ എന്തൊക്കെയാ പറഞ്ഞു? എല്ലാരും ഉണ്ടല്ലോ അല്ലേ? മനോജേ, നിന്റെ ഭാര്യയില്ലേ ഹരിത? ആ, ഞാനിവിടെ ഉണ്ടച്ചാ. ആ,
ഒരു വിശേഷമുണ്ട്. കല്യാണത്തിനായി ഈടുവച്ച വസ്തു ആ ബ്ലേഡ് കമ്പനിക്കാരന്റെ പേരിൽ എഴുതി കൊടുക്കാൻ പോവുകയാണ് ഞാൻ. ആരുടെയും മുമ്പിൽ തോക്കാൻ മാധവൻ നായർ തയ്യാറല്ല. വേണ്ട, അച്ഛൻ തോൽക്കണ്ട. അച്ഛന്റെ മുമ്പിൽ തോറ്റു തുന്നമ്പാടി നിൽക്കാൻ ഞങ്ങൾ മക്കളുണ്ടല്ലോ. എന്നാലും അച്ഛൻ ഈ കടുങ്കൈ ചെയ്യുന്നു ഞങ്ങൾ കരുതിയില്ല. മക്കളായ ഞങ്ങൾക്ക് അവകാശമായി കിട്ടാനുണ്ടായിരുന്നത് വീട് വെക്കാനിട്ടിരുന്ന ആ ഒരു തുണ്ട് മണ്ണായിരുന്നു. ഇപ്പൊ അച്ഛനായിട്ട് അതും തൊലച്ചു കളഞ്ഞില്ലേ? പ്രകാശേട്ടാ, ഒന്ന് നിർത്ത്. കള്ളു കുടിച്ചും കൂത്താടി അച്ഛനൊന്നും നശിപ്പിച്ചിട്ടില്ല. സ്വന്തം മോളുടെ കല്യാണം നടത്താൻ വേണ്ടി ഉത്തരവാദിത്തമുള്ള ഒരു അച്ഛൻ ചെയ്യുന്നതേ നിങ്ങളുടെ ഈ അച്ഛനും ചെയ്തിട്ടുള്ളൂ. ഒന്നറങ്ങടി. ഇതെന്റെ കുടുംബകാര്യ, നീ കിടന്ന് തുള്ളണ്ട. സുചിത്രേ, പ്രകാശം പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്നെ കെട്ടിച്ചുവിടുന്ന നേരത്തെ ഈ നിൽക്കുന്ന സതീഷ് ഏട്ടൻ സ്ത്രീധനമായിട്ട് നയാ പൈസ ചോദിച്ചിട്ടില്ല. അതിങ്ങേരുടെ മര്യാദ. അത് ചോദിക്കാതെ തന്നെ കൊടുക്കണമല്ലോ. അല്ല, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞതാ. മാന്യമായിട്ട് തന്നെയാ നിന്നെ ഞാൻ കെട്ടിച്ചയച്ചത്. എന്തു മാന്യത? 30 പവൻ സ്വർണം കാശായിട്ട് സതീഷ് ഏട്ടന് കൊടുത്തോ? ഇല്ലല്ലോ. എനിക്കതിലൊന്നും താല്പര്യമില്ല. പക്ഷെ എനിക്കുണ്ട്. വളർന്നു വരുന്നതേ 2 പെൺമക്കളാ. സതീഷ് ഏട്ടനൊരു പലചരക്ക് കട തുടങ്ങാനേ കുറച്ച് പണം വേണമായിരുന്നു. അത് കൊടുത്തോ? ഇല്ലല്ലോ. ഞാൻ ചേച്ചി ഒന്ന് അടങ്ങ്. വന്ദനേച്ചി മാത്രമല്ല, ഇനി ഒരു പെണ്ണും കൂടി ഉണ്ട് ഇവിടെ കെട്ടിച്ചുവിടെ. ആകെ ഉണ്ടായിരുന്നു കൂടെ വിറ്റു തുലച്ച അവളുടെ ബാധ്യത ആരേറ്റെടുക്കുമെന്ന് അച്ഛൻ വിചാരിക്കുന്നത്? എന്റെ ഭർത്താവ് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഒരാളാണെന്ന് എല്ലാരും ഓർക്കുന്നത് നല്ലതാ. ഒരു കല്യാണത്തോടെ പിച്ചച്ചട്ടി എടുക്കേണ്ട ഗതികേടാ എന്റേത്. എന്റെ അച്ഛൻ കരുണാകരക്കുറുപ്പ് നാടറിയുന്ന ഒരു മുൻ MLA. വീടും വീട്ടുകാരെയും നോക്കാതെയാ ഞാൻ മനോജിന്റെ കൂടെ ഇറങ്ങി വന്നത്. ഇക്കാര്യം വല്ലതും അച്ഛൻ അറിഞ്ഞ അതോടെ ഞങ്ങളെ രണ്ടാളെയും രണ്ടാക്കി വെട്ടിക്കൂട്ടും. ഒന്ന് നിർത്ത. എല്ലാവരും ചേർന്ന് മാധവൻ നായരെ വിചാരണ ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുക അല്ലേ? ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളാ. എന്തിന്? നീയെ കൊടുത്തിരിക്കുന്ന വസ്ത്രങ്ങളും സഞ്ചരിക്കുന്ന വണ്ടികളും കഴിക്കുന്ന ആഹാരം പോലും എന്റെ വിയർപ്പിന്റെ ഫലമാ. അതിലാർക്കും നയാ പൈസ പോലും ചെലവില്ല. ജോലി നഷ്ടപ്പെട്ടാലും ഇനിയൊരു ജോലി നേടി എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശേഷി എനിക്കുണ്ട്. അതുകൊണ്ട് ആരും എന്നെ ഭരിക്കാനൊന്നും വരണ്ട. മനസ്സിലായോ? ആ, വന്ദനമുള്ള കല്യാണം മുടങ്ങി. അത് ദൈവം നേരത്തെ കരുതിക്കൂട്ടി വെച്ച ഏതൊരു വിധി. കല്യാണത്തിന് ശേഷമാണ് രാജീവിന് ഇങ്ങനെ ഒരു വിധി വന്നിരുന്നെങ്കിലോ? ക്ഷമിക്കണോ അച്ഛ? എല്ലാം എന്റെ ജാതകദോഷം വരുത്തി വെച്ചതാ. ശപിക്കരുത് എന്നെ. വിവാഹം വേണ്ടാതിരുന്ന എന്റെ ജീവിതത്തിലേക്ക് രാജീവേട്ടനെ ക്ഷണിച്ചത് ഞാനല്ല, നിങ്ങളെല്ലാവരും ചേർന്നെടുത്ത തീരുമാനം. ഞാനതിന് നിന്നു തന്നു എന്ന് മാത്രം. ക്ഷമിക്കണം, ശപിക്കരുതെന്നെ. എന്താ ഇത്? അച്ഛൻ എന്റെ മോളെ ശപിക്കാനോ? മോളെ, ഈ നഷ്ടങ്ങൾക്കും നിനക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല.
അച്ഛന്റെ ആത്മധൈര്യം നിനക്കും ഉണ്ടാവണം. മോളെ. മറ്റുള്ളവർക്കാ നീ ജാതകദോഷക്കാരി. അച്ഛൻ എൻ്റെ മോള് രാജകുമാരിയെ. രാജകുമാരി. അതേ മോളെ, നീ കാരണം ഇവിടെ ഒന്നും നശിച്ചിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും എന്റെ മോളെ ഒരു കുറ്റക്കാരിയായിട്ട് കാണാനും പറ്റില്ല. എല്ലാം ദൈവനിശ്ചയ. ഭഗവാനെ, ആ ദൈവം നിന്റെ ജീവിതത്തിൽ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ആരാ വന്നത്? ഇതാ ബ്ലേഡ് കമ്പനിക്കാരനാ. ഇവിടെയുള്ള വണ്ടികളും സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാൻ വന്നതായിരിക്കും. അനുഭവിച്ചോ? കണ്ട എന്താ എന്താ ഇവിടെ? മാധവൻ നായരെ ഞാൻ ഒരുപാട് തവണ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നു. വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങൾ പറയുന്ന ദിവസം ആ പ്രോപ്പർട്ടി പ്രമാണം ചെയ്തു തരാം. പാവങ്ങളാണെങ്കിലും അഭിമാനം കൈവിടാത്തവരാ ഞങ്ങള്. ഇന്ന് വരെ ഈ വീട്ടിൽ കടക്കാർ കയറി ഇറങ്ങിയിട്ടില്ല. അതിനുള്ള സാഹചര്യം ഞാൻ വരുത്തിയിട്ടില്ല. ക്ഷമിക്കണം മാധവൻ നായരെ. ഇത് നിങ്ങൾ ഈടുവെച്ച പ്രമാണവും ബ്ലാങ്ക് ചെക്കുമാണ്. ഇത് വാങ്ങണം. ഇത് വാങ്ങണം മാധവൻ നായരെ. അല്ല, ഇത് ഇത്രയും വലിയ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നല്ലോ. അല്ല, ക്ഷമിക്കണം മാധവൻ നായരെ. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഈടുവെച്ച പ്രമാണവും ബ്ലാങ്ക് ചെക്കും ഞാൻ മടക്കി തന്നെന്നും എന്നെ ഉപദ്രവിക്കരുതെന്നും അദ്ദേഹത്തോടൊന്ന് പറയണം. നിങ്ങളിത് ആരുടെ കാര്യമായി പറയുന്നേ? നിങ്ങൾക്ക് ആള് തെറ്റിയിട്ടുണ്ട്. തെറ്റ് പറ്റിയത് എനിക്കാ. മാധവൻ നായരെ ഫോണിങ് തന്നേ.